അടുത്ത ഭാഗത്ത് പറയാനുള്ളത് പാസ്കൽസ് ലോ എന്താണെന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പം എന്താണ് പാസ്കൽസ് ലോ എന്ന് പറയാൻ നോക്കാം. സപ്പോസ് ഇവിടെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരു ലിഫ്റ്റിന്റെ മെക്കാനിസം, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുക, വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴൊക്കെ വാഹനങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് അടി എപ്പോഴും പൊക്കി നോക്കാൻ കഴിയില്ല. അപ്പം വാഹനങ്ങൾ എളുപ്പത്തിൽ പൊക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പാണ് എന്ത് ചെയ്യുക, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, പ്രഷർ കൊടുക്കണം. ഒരു ഭാഗത്ത് ചെറിയൊരു പ്രഷർ കൊടുക്കുകയാണ്. സപ്പോസ് ഇവിടെ സെറ്റപ്പ് കണ്ടല്ലോ നിങ്ങൾ. ഓക്കെ, ഇവിടെ ഈ ഇതിൽ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്നത് ചെറിയൊരു പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സാണ് കൊടുക്കുന്നത്. ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യുക, ഇത് നമ്മൾ എന്ത് ചെയ്യുക, പാസ്കൽസ് ലോ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. എന്താണ് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഇവിടെ എടുത്തതെന്ന് വെച്ചാൽ, അതായത് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ലിക്വിഡുകളാണല്ലോ. അതെന്ത് ചെയ്യുക, കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആ ലിക്വിഡ് എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്ത് ഗ്യാസ് ആവില്ല. അങ്ങനത്തെ കാര്യം എന്താ, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതിലൂടെ അങ്ങനെ ആ ഫോഴ്സോട് പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടേക്ക് ആക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ ചെറിയ ഏരിയയിൽ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യുക, ലാർജ് ഏരിയയിലേക്ക് ആ ഫോഴ്സ് എന്ത് ചെയ്യുക, ഈക്വലായിട്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് കിട്ടുകയും ആ ബോഡി എന്ത് ചെയ്യുക, ലിഫ്റ്റ് ആവുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് പാസ്കൽസ് ലോയുടെ ഡെഫിനിഷൻ കാര്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. ദ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് to any part of the fluid contained in a vessel transmitted undiminished and equally in all direction. അപ്പോൾ ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഫോഴ്സ് കൊടുത്താൽ അത് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുക, കിട്ടും. ഇതാണ് ശരിക്കും എന്ത് ചെയ്യുക, പാസ്കൽസ് ലോയിൽ പറഞ്ഞത്. അപ്പോൾ കൊടുക്കുന്ന ഹീറ്റ് എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തും ഒരേപോലെ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, കിട്ടും. ക്ലിയർ ആണല്ലോ. ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന അതിന്റെ അപ്ലിക്കേഷൻസ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. കുറെ അപ്ലിക്കേഷൻസ് അതിൽ മെയിനായിട്ട് രണ്ട് പറഞ്ഞാൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ഹൈഡ്രോളിക് ബ്രേക്ക്, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കേസാണ് അല്ലെ. വായു ഉയർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുക, ഒരു ഗിവൺ ഏരിയയിൽ ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ആ ലിക്വിഡിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ലിക്വിഡിലൂടെ ഫോഴ്സ് കടന്നു പോയിട്ട് എന്ത് ചെയ്യുക, ആ കാറിൽ നിൽക്കുന്ന അവിടെ വലിയ ഏരിയയിലേക്ക് എന്ത് ചെയ്യുക, ലാർജ് ഫോഴ്സ് കിട്ടും. അപ്പോൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആ ഫോഴ്സ് എന്ത് ചെയ്യുക, ലാർജ് ഫോഴ്സായി മാറിയിട്ട് എന്ത് ചെയ്യുക, ആ ബോഡീസിനെ പെട്ടെന്ന് തന്നെ ഉയർത്താൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് F1 ഡിവൈഡർ ബൈ ഇവിടെ ഉണ്ടാവുന്ന ഏരിയ എന്താ, A1 അല്ലേ, ഇതല്ലേ ഏരിയ A1. F1/A1 ഈക്വൽ ടു നമുക്ക് ഇവിടെ എഴുതാൻ പറ്റൂ, ഇത് കൊടുക്കുന്നത് ഫോഴ്സും ഗിവൺ ഏരിയ, അതായത് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു F2 നമുക്ക് റിസൾട്ട് അവിടെ കിട്ടുന്നത് F2/A2. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഉള്ള ഏരിയ സെക്കൻഡ് ഏരിയ ആണ് A1 ആൻഡ് A2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്കൽസ് ലോ പ്രകാരം F1/A1 = F2/A2. അത് നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും, P1 അതായത് പ്രഷർ പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ F1/A1 നമ്മൾ എന്ത് ചെയ്യുക, P1 എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ F2/A2 P2 എഴുതാൻ പറ്റും. അപ്പം നമുക്ക് എഴുതാൻ പറ്റും P1 = P2. ക്ലിയർ ആണല്ലോ. ഇതാണ് എന്ത് ചെയ്യുക, പാസ്കൽസ് ലോ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. കൊടുക്കുന്ന പ്രഷർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രഷറിന്റെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ലോ ആണ് എന്ത് ചെയ്യുക, പാസ്കൽസ് ലോ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രൂഫ് ഓഫ് നമുക്ക് എന്ത് ചെയ്യുക, പാസ്കൽസ് ലോ, അതിന്റെ പ്രൂഫാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ്, അസംഷൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ അസംഷൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ദ ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് അറ്റ് റെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. അതായത് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത, ഗ്യാസാക്കി മാറ്റാൻ പറ്റാത്ത ഫ്ലൂയിഡ്സ് ആണ് അല്ലേ. കംപ്രസ് ചെയ്യാവില്ല, അവന്റെ മൂവ് ചെയ്യുക അല്ലേ, അങ്ങനത്തെ ഫ്ലൂയിഡ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുക, റെസ്റ്റിലായിരിക്കണം. മോഷനിലുള്ള ഫ്ലൂയിഡ് അല്ല ഉണ്ടാവുന്നത്, റെസ്റ്റിലുള്ള ഫ്ലൂയിഡ് ആയിരിക്കണം. അങ്ങനെയാണ് ദ ഫ്ലൂയിഡ് ഈസ് കൺഫൈൻഡ് ഇൻ ടു എ കണ്ടെയ്നർ. ഓക്കെ, ഒരു കണ്ടെയ്നറിൽ തന്നെ ഇരിക്കണം ഫ്ലൂയിഡ്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ദർ ആർ നോ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ്. അപ്പൊ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സോ കാര്യങ്ങളോ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ മൂന്ന് അസംഷൻ ആണ് എന്ത് ചെയ്യുക, ഒരു പാസ്കൽസ് ലോ പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇൻകംപ്രസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് റെസ്റ്റിലായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലായിരിക്കണം എന്ത് ചെയ്യുക, നമ്മൾ എടുക്കേണ്ട ലിക്വിഡ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു നേഴ്സിനോ ഫ്രിക്ഷൻ, അതായത് ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ ആണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ആ മൂന്ന് കാര്യങ്ങൾക്ക് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാസ്കൽസ് ലോന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു
സെറ്റപ്പ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് ആ ഒരു ഗിവൺ ഷേപ്പുള്ള മെറ്റീരിയലിനെ പറയുന്ന പേരാണ് വെഡ്ജ് എന്ന് പറയാം. എന്താണ് വെഡ്ജ് എന്ന് പറയാം? ക്ലിയർ ആണല്ലോ. ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ടൈപ്പ് ഉള്ള മെറ്റീരിയലാണ് വെഡ്ജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നമ്മൾ പഠിക്കും മരത്തിൻ്റെ ഒരു പീസ് എന്നൊക്കെ പറഞ്ഞ മരത്തിന് അതേമാതിരി ഒരു വെഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യാം. മരത്തിൻ്റെ വേണമെന്നില്ല, ഒരു ആ ഷേപ്പിലുള്ള ഒരു വെഡ്ജ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വെഡ്ജ് ഞാൻ എന്ത് ചെയ്യാം, ഒരു കണ്ടെയ്നറിനുള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കാം. ഓക്കെ, ഇതെന്തിനാ വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ കാണുന്നത് പാസ്കസ് ലോ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡയഗ്രത്തിൽ. കണ്ടോ, ആ ഒരു വെഡ്ജ് ചേർന്ന സാധനം ഇവിടെ ഈ വെള്ളത്തിലേക്ക്, ആ ലിക്വിഡിലേക്ക്, ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു സെറ്റപ്പാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറയണേ. ഓക്കെ, നമ്മൾ ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെഡ്ജ്, ആ വെഡ്ജിനെ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വെഡ്ജിന് 3 ഭാഗങ്ങളായിട്ടുണ്ട്. എ ബി സിയിൽ എവിടെ കൊടുത്തിട്ടുണ്ട്, എ ബി സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ വെഡ്ജിന്റെ 3 വശങ്ങളിലേക്ക് നമുക്ക് ലിക്വിഡിലെല്ലാം ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, പ്രഷർ ആയിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുക, ഒരു ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിൽ, ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യുക, എല്ലാ വശങ്ങളിലും ഫോഴ്സ് ആക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ എ എന്ന വശത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് എ എന്ന് പറയും, എഫ് എ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ബി എന്ന വശത്തേക്ക് ആക്ട് ചെയ്യുന്നത് വെച്ച് എഫ് ബി എന്ന് പറയും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി എന്ന വശത്തേക്ക് ആക്ട് ചെയ്യുന്നത് വെച്ച് എഫ് സി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും പറയാൻ പറ്റില്ലോ, എ എന്ന ഭാഗത്തുള്ള ഏരിയ എ ക്യാപിറ്റൽ എ സ്മോൾ എന്ന് വെച്ച് എ ബി, ഏരിയ ഓഫ് ബി എന്ന് പറയുമ്പോൾ എ ബി എന്ന് പറയാൻ പറ്റും. ഏരിയ ഓഫ് സി എന്ന പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സി എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 3 പാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ പാർട്ട് എന്താ പറഞ്ഞത്, എ എന്ന പാർട്ടുണ്ട്, ബി എന്ന പാർട്ടുണ്ട്, സി എന്ന പാർട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 3 ഭാഗത്തുള്ള ഏരിയ പറഞ്ഞിട്ട് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓക്കെ ഇവിടെ കണ്ടല്ലോ നിങ്ങൾ, പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ, എഫ് പി എ ഇക്വൽ ടു പി ബി ഇക്വൽ ടു പി സി, അതായത് 3 സ്ഥലത്തും എന്ത് ചെയ്യുക, ആക്ട് ചെയ്യണ പ്രഷർ അല്ലെങ്കിൽ തുല്യമാണെന്ന് നമുക്ക് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുന്നുണ്ട് പാസ്കൽസ് ലോ. അതിനല്ല പറഞ്ഞത് F1/A1 ഇക്വൽ ടു F2/A2 അല്ലെങ്കിൽ P1 ഇക്വൽ ടു P2, 2 ഭാഗത്ത് ആക്ട് ചെയ്യണ പ്രഷർ എന്ത് ചെയ്യുക, തുല്യമാണെന്ന് തെളിയിക്കണം. ഓക്കെ, ഇവിടെ 3 ഭാഗങ്ങളുണ്ട്, 3 ഭാഗത്തും ആക്ട് ചെയ്യണ പ്രഷർ എന്ത് ചെയ്യുക, തുല്യമാണെന്ന് തെളിയിക്കണം. ഇതാണ് എന്ത് ചെയ്യുക, പാസ്കൽസ് ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് ബി ആൻഡ് ഏരിയ ഓഫ് സി ആണ് ഏരിയ ഓഫ് എ ബി സി റെസ്പെക്റ്റീവ്ലി. അതുപോലെ തന്നെ എഫ് എ, എഫ് ബി, എഫ് സി ആൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബി സി. എ ബി സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, എഫ് എ, എഫ് ബി, എഫ് സി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എഫ് ബി ആക്ടിങ് അപ്പോൺ എഫ് സി എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഫോഴ്സ് ഓഫ് ബി ആക്ടിങ് ഓൺ എഫ് സി എന്ന് എഴുതാൻ പറ്റും. എഫ് ബി ഡിവൈഡഡ് ബൈ എഫ് സി, ഇതിൽ കൂടെ എഫ് ബി ഡിവൈഡഡ് ബൈ എഫ് സി ഈക്വൽ ടു എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിളിലോ ഉപയോഗിച്ചുകൊണ്ട് എഫ് ബി ബൈ എഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയാൻ പറ്റും. സപ്പോസ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള കമ്പോണന്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ബോഡിയിലേക്കാണ് ആക്ട് ചെയ്യണത്. അങ്ങനെയാണ് ഇവിടേക്ക് ഈ കമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ തീറ്റ എന്ന് കമ്പോണന്റ് ആക്കും. ഈ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് എന്ത് ചെയ്യുക, കോസ് തീറ്റ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാറ്റുന്ന എഫ് ബി ബൈ എഫ് സി എന്ന് പറയുന്നത്, എഫ് ബി ബൈ എഫ് സി എന്ന് പറഞ്ഞാൽ താഴോട്ടല്ല കമ്പോണന്റ് വരിക. ഓക്കെ, അപ്പോൾ എഫ് ബി ബൈ എഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ് തീറ്റ എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എഫ് സി കോസ് തീറ്റ. ഇതിലാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ട്രിഗണോമെട്രിക് റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് എഫ് എ ആക്ടിങ് അപ്പോൺ എഫ് സി കാണാം. അത് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് എ ഡിവൈഡഡ് ബൈ എഫ് സി, എഫ് എ ഡിവൈഡഡ് ബൈ എഫ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കമ്പോണന്റ് എന്തായിരിക്കും, എപ്പോഴും സൈൻ തീറ്റ ആയിരിക്കും, സൈൻ തീറ്റ. അതിന് എഫ് എ കാണാം അല്ലേ, എഫ് എ എന്ന് പറയുന്നത് എഫ് സി സൈൻ തീറ്റ ആയിരിക്കും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏതിൻ്റെ കേസ് ഇങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഏരിയ എ അപ്പോൺ സി അല്ലേ, അതെങ്ങനെ എഴുതാൻ പറ്റും, ഏരിയ എ അപ്പോൺ സി, ഏരിയ എ അപ്പോൺ സി എന്ന് പറയും. എ ബൈ സി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ഇവിടെ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എ സി ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും.
ഇതിനാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ബി അപ്പോൺ സി കാണാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ എ ബി ഡിവൈഡർ ബൈ എ സി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതിന് എ ബി കാണാം. എ ബി ഈക്വൽ ടു എ സി ഇൻറ്റു കോസ് തീറ്റ. ഇതിനാണ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 1/4 ചെയ്യുക. ഇക്വേഷൻ 1/4. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിരുന്നു അത് ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബി ഇസിക്കൽ ടു എഫ് സി കോസ് തീറ്റ. എഫ് ബി ഇസിക്കൽ ടു അതാണ് ഇനി എഴുതാൻ പോണത്. ഓക്കെ, എഫ് ബി ഈക്വൽ ടു എഫ് സി കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 1/2 അല്ലേ, 1/4 ബൈ പിന്നെന്താ ഇപ്പം പറഞ്ഞ 4 എന്താ, എ ബി ഈക്വൽ ടു എ സി കോസ് തീറ്റ. എ ബി ഈക്വൽ ടു എ സി കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 4. അപ്പം ഇക്വേഷൻ 1/4 ചെയ്യാം. ഇക്വേഷൻ 1/4 ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, ഇവിടെ ഇപ്പം വെട്ടാനുള്ള കാര്യങ്ങളൊക്കെ വിട്ടുക. അപ്പം കോസ് തീറ്റയും വെട്ടാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടുക, എഫ് ബി ബൈ എ, അത് ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ എന്നുള്ള രീതിയിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക, എഫ് ബി ഡിവൈഡർ ബൈ എ ബി ഈക്വൽ ടു എഫ് സി ബൈ എ സി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ അറിയാം. അപ്പം പി എ ഇരിക്കൂടെ, സോറി പി ബി കൂടി ചെയ്താൽ പി ബി ഈക്വൽ ടു പി സി എന്ന് എഴുതിക്കൂടെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ എത്ര, പി ബി ഈക്വൽ ടു പി സി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത കാണാം അല്ലേ, ഇക്വേഷൻ 2/4 ചെയ്യുക. അപ്പോൾ അത് കണ്ടുനോക്കാം. ഇക്വേഷൻ 2 എന്താണ് അത് നോക്കണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എ ഈക്വൽ ടു എഫ് സി സൈൻ തീറ്റ. അത് എഴുതാം. അടുത്ത എഴുതാം, എഫ് എ ഈക്വൽ ടു എഫ് ബി സൈൻ തീറ്റ. നോക്കാം. എഫ് എച്ച് എഫ് സി സൈൻ തീറ്റ. എഫ് സി സൈൻ തീറ്റ. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 3 എടുക്കാം. 3 എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു എ സി സൈൻ തീറ്റ അല്ലേ. എ ഈക്വൽ ടു എ സി സൈൻ തീറ്റ. ഇത് ഇക്വേഷൻ നമ്പർ 3. ഈ 2/3 ചെയ്യുക. ഇക്വേഷൻ 2/3 ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, 2/3. ഓക്കെ, എന്താ അപ്പോൾ നേരത്തെ ഏതാ മറ്റേ വെട്ടിപ്പോലെ. അപ്പോൾ സൈൻ തീറ്റും വെട്ടിപ്പോയി. ബാക്കി എന്ത് ചെയ്യുക, എഫ് എ ബൈ എ എന്നാൽ ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതിക്കോട്ടെ, പി എ എഴുതിക്കോട്ടെ. പി എ ഈക്വൽ ടു പി സി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. ഇപ്പം നേരത്തെ കിട്ടിയ ഇക്വേഷൻ നമ്പർ 5 എന്നും കൊടുക്കാം. അപ്പം 5ഉം 6ഉം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ എന്താ നേരത്തെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, പി എയും പി ബിയും പി സിയും ഈക്വൽ ആണല്ലോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, പാസ്കൽസ് ലോയിലെ പ്രൂഫ് എന്ന് പറയാം. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ 2-3 വട്ടം ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത പറയുന്നത് വാരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് അല്ലേ. ഈ ഡെപ്തിലേക്ക് എന്ത് ചെയ്യുക, പ്രഷറിനെ എങ്ങനെയാണ് മാറ്റുണ്ടാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്ത് കൂടുമ്പോൾ അത് സീ ലെവലിൽ താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, പ്രഷറിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ. ആ കാര്യമാണ് നമ്മളിപ്പോൾ ഇതിലൂടെ പറയാൻ പോകുന്നത്. ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടാങ്ക് കൺസിഡർ ചെയ്യുക. കൺസിഡർ എ ടാങ്ക് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു ടാങ്ക് കൺസിഡർ ചെയ്യുക. അതിൽ എന്ത് ചെയ്യുക, വാട്ടർ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു ടാങ്ക് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, വാട്ടർ നിറച്ചിട്ടുണ്ട് അല്ലേ. ഫിൽഡ് വിത്ത് വാട്ടർ എന്നല്ല പറഞ്ഞത്, ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഈ ഒരു സെറ്റപ്പ് ആണുള്ളത്. അപ്പോൾ സപ്പോസ് ഞാൻ ഒരു ഗിവൺ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ ഒരു പോയിന്റിലെ പ്രഷർ നമുക്ക് കാണണം. അപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു പോയിന്റാണ് വിചാരിച്ചോ, ഈ ഒരു പോയിന്റാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലെ പ്രഷർ കാണണം. ശ്രദ്ധിക്കുക,
ഈ ഒരു പോയിന്റിൽ പ്രഷർ കാണും. അതിന് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, സപ്പോസ് നമുക്ക് പ്രഷർ കാണാൻ നമുക്കറിയാം പ്രഷർ ആ ബോഡിയിൽ നിന്ന് പല ഭാഗത്തും ആ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പൊ അതിന് വേണ്ടി എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു വാട്ടർ ആ ഒരു പോയിന്റിന് മുകളിലുള്ള വാട്ടർ കോളം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, വാട്ടർ കോളം എന്ത് ചെയ്യുക, ആ ബോഡിന് മേലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അതേ ബോഡി ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ താഴ്ന്നൊരു ഫോഴ്സും ഉണ്ട്. അപ്പോൾ അതിന്റെ മുകളിലുള്ള ഈ പോയിന്റിന് മുകളിലുള്ള വാട്ടർ കോളത്തിനെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ഗിവൺ ഏരിയ കിട്ടുമല്ലോ. അതായത് ഈ ബോഡി ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താ, അതിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ഉണ്ടല്ലോ, അത് കൊടുക്കുന്നതായിരിക്കും ആ ബോഡിന് തൊട്ട് മുകളിലുള്ള വാട്ടർ കോൾ ആയിരിക്കും ആ ബോഡിന് മുകളിലേക്ക് എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കുന്നത് ആ പോയിന്റിലേക്ക്. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് എ എന്ന് വിചാരിക്കുക. ആ ഒരു എ എന്നുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, ആ ഫോഴ്സ് കൊടുക്കുന്നതായിരിക്കും ആ എ എന്നുള്ള പോയിന്റ് തൊട്ട് മുകളിലുള്ള വാട്ടർ കോൾ എന്ത് ചെയ്യുക, ആ ബോഡിന് മുകളിലേക്ക് എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിനെ നമ്മൾ മുകളിൽ കൊടുക്കുന്ന പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിലിണ്ടർ ആകൃതിയിൽ കൺസിഡർ ചെയ്യായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഒരു സിലിണ്ടർ ആകൃതിയിലാണ് എന്ത് ചെയ്യുക, നേരെ തൊട്ട് മുകളിലുള്ള വാട്ടർ കോളത്തിന് ഇങ്ങനെ വരുമ്പോൾ നേരെ മുകളിലുള്ള വാട്ടർ കോളം എന്ത് ചെയ്യുക, ആ ബോഡിന് മേലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വാട്ടർ കോളം എടുക്കുകയാണെങ്കിൽ അതിനൊരു ഗിവൺ ഒരു ഏരിയ ഉണ്ടാവില്ലേ, ഏരിയനെ എ എന്ന് പറയാം. എന്താണ് ഏരിയനെ എ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാട്ടർ കോളത്തിന്റെ ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ, ഈ ഹൈറ്റിനെ നമ്മൾ എന്താ പറയാ, എച്ച് എന്ന് പറയാം. എച്ച് ഹൈറ്റ് മീൻസ് ഇവിടെ ഡെപ്ത് ആണ് അല്ലേ, ഡെപ്ത് എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം എന്താ, ആ ബോഡി ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുക, താഴോട്ട് നിൽക്കണേ. അപ്പൊ ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, ഡെപ്ത് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്തിനാണ് എന്താ പറയുക, എച്ച് എന്ന് പറയാം അല്ലെ. എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെപ്ത് ഓഫ് ദ വാട്ടർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ബോഡി, ഡെപ്ത് ഓഫ് ദ ബോഡിയുടെ ഡെപ്തിനാണ് എന്താ പറയാ, എച്ച് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും ആ ബോഡിന് മേലേക്ക് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പ്രഷർ പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ കിടന്ന പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ, അങ്ങനെ പറയില്ല. പ്രഷർ ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ബോഡി ഉണ്ട് അല്ലേ, ആ ബോഡിന് മേലേക്ക് എന്ത് ചെയ്യുക, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഇവിടെ എന്താണ് എഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, എം ജി ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ആ ഒരു ബോഡിന് മേലേക്കാണ് എന്ത് ചെയ്യുക, ഒരു വാട്ടർ കോൾ ഒന്നായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ വാട്ടർ കോളിന് ഗിവൺ ഒരു മാസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് ജി ഉണ്ടാവും, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് ഈ വാട്ടർ കോളം ഈ വാട്ടർ കോളം എന്ത് ചെയ്യുക, പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനാണ് എന്ത് പറയുക, ഇവിടെ എം ജി എന്ന് പറയാം. അപ്പോൾ അവിടെ ഈ ഫോഴ്സിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് ചെയ്യുക, എം ജി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് ഇക്വേഷൻ അങ്ങനെ മാറുക. പ്രഷർ ഈസ് ഇക്വൽ ടു, ഇത് ഫോഴ്സ് ഈസ് ഇക്വൽ ടു എം ജി, പ്രഷർ ഈസ് ഇക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ എ. ഇത് എഴുതാലോ. ക്ലിയർ ആണല്ലോ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഈ ലിക്വിഡ് ഇല്ല അല്ലെങ്കിൽ വാട്ടർ ഉണ്ട്, ഈ വാട്ടറിന് നമ്മുടെ ഡെൻസിറ്റി പറയാം. അപ്പോൾ ഡെൻസിറ്റി ആ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ആ ഡെൻസിറ്റി എന്താ പറയുക, നമുക്കറിയാം 1 × 10³ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് മാസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക, മാസ് ബൈ വോളിയം എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തേ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു അപ്പോൾ ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യുക, റോ എന്നല്ല പറയാം. ഓക്കെ, അങ്ങനെ എഴുതാം. ഡെൻസിറ്റി റോ ഡെൻസിറ്റി ഒന്ന് എഴുതാം. ഡെൻസിറ്റി വേറെ കളർ എടുക്കാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ എന്നല്ലേ, ഒരു മിനിറ്റ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയത്തിനാണ് എന്ത് ചെയ്യുക, ഡെൻസിറ്റി അല്ലേ. മാസ് ബൈ വോളിയത്തിനാണ് എന്ത് ചെയ്യുക, ഡെൻസിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് കാണാൻ എന്ത് ചെയ്യുക, മാസ് ഈസ് ഈക്വൽ ടു സ്മോൾ കേട്ടോ, മാസ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി. ഓക്കെ, അപ്പം നമുക്ക് വോളിയം എന്ന് പറയുമ്പോൾ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം തന്നെ കിട്ടുക. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഗിവൺ വോളിയം ഉണ്ട് അല്ലേ, ഇതിനൊരു ഗിവൺ ഏരിയ ഉണ്ട് അല്ലേ. അപ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, ശരിക്കും പറയുകയാണെങ്കിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെപ്ത് ആണ് അല്ലേ. ഏരിയ ഇൻറ്റു ഇവിടെയുള്ള ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എച്ച് ആണ്, ഇൻറ്റു ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്താ കിട്ടുക, ബോഡിയാണ് കിട്ടുക. ഏരിയ ഇൻറ്റു ഹൈറ്റ് പറയും. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് റോ ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പം എം ഈസ് ഈക്വൽ ടു റോ എ എച്ച് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ എം എന്നുള്ള ഇക്വേഷൻ ചെയ്യാം, നമുക്ക് കിട്ടിയ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വയ്ക്കുക. എഫ് ഈസ് ഈക്വൽ ടു
അല്ല പി ഇസ് ഈക്വൽ ടു എം ജി ബൈ എ എന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പം എങ്ങനെ കിട്ടുക നോക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ കിട്ടുന്ന പി ഇസ് ഈക്വൽ ടു റോ എ എച്ച് ഡിവൈഡർ ബൈ എ. റോ എച്ച് പിന്നെ വേറൊരു കാര്യം കൂടി ഇല്ലേ, ഒരു മിനിറ്റ്, ഇവിടെ ഒരു റോ എച്ച് ഡിവൈഡർ ബൈ ഇവിടെ ഒരു ജിയും കൂടി ഉണ്ട് അല്ലേ, ജി ഇവിടെ എ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിപ്പോവല്ലോ. ഈ എയും വെട്ടിപ്പോവും. ബാക്കി എന്താ കിട്ടുക? ബാക്കി എന്താ കിട്ടുക? പി ഈക്വൽ ടു പറയൂ എച്ച് റോ ജിന്ന് കിട്ടും. പി ഈക്വൽ ടു എച്ച് റോ ജിന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് പ്രഷർ എന്ന് പറയുമ്പോൾ ആ ബോഡീന് മേലെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, പി ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറയാം. എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഡെപ്ത് ആണ് അല്ലേ, ആ ബോഡിയുടെ ഡെപ്ത് ആണ് എച്ച് എന്ന് പറയാം. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, പിന്നെ അതുപോലെ തന്നെ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടി. ഈ ഒരു പ്രഷറിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ഗോജ് പ്രഷർ. എന്താണ് ഗോജ് പ്രഷർ? ഗേജ് പ്രഷർ എന്ന് പറയും. ഗേജ് പ്രഷർ പി ജി എന്ന് കൊടുക്കാം. ക്ലിയറാണല്ലോ. ഈ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യുക, ഗേജ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമുക്കറിയാം ഇവിടെ ഇപ്പം ആ ഒരു ബോഡീൻ്റെ മേലേക്ക് എന്ത് ചെയ്യുക, ആ വാട്ടർ കോളാണ് എന്ത് ചെയ്യുക അവിടെ പ്രഷർ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. പക്ഷേ നമ്മൾ കാര്യം ചിന്തിക്കുക, അപ്പോൾ ഒരു എൻറ്റിയർലി ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ആ ലിക്വിഡിന് മേലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഈ ഒരു എൻറ്റിയർ ആയിട്ടുള്ള ഇതിൻ്റെ മേലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഈ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ അല്ലേ. ക്ലിയർ ആണല്ലോ. അതാണ് PAT എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ 2 തരം പ്രഷർ ഉണ്ട് അല്ലേ, 2 തരം പ്രഷർ ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യുക, ഗോജ് പ്രഷർ ഉണ്ട്, ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, P ടോട്ടൽ. ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണുള്ളത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, PATM പ്ലസ് പി എന്ത് ചെയ്യുക, ഗോജ് അല്ലേ, PG. അപ്പോൾ ഈ 2 കാര്യമാണ് ഇവിടെ ആക്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ എന്തൊക്കെ പ്രഷർ അവിടെ ആക്ട് ചെയ്യണത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ടാവും, അതുപോലെ തന്നെ ഗോജ് പ്രഷറും ഉണ്ടാവും. ഇവ രണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യണത് ടോട്ടൽ പ്രഷർ എന്ന് പറയും. ക്ലിയറുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്കി കാര്യം പറയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ ഈ ഡെപ്ത് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഇപ്പോൾ ഈ നമുക്ക് അറിയുന്ന ഗോജ് പ്രഷറിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. ഗോജ് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PG, ഗോജ് പ്രഷർ ഈക്വൽ ടു എച്ച് റോ ജി എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ് അല്ലേ. ഇവിടെ ഡെപ്ത് എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത്. ഈ ഡെപ്ത് എന്ത് ചെയ്യുക, കൂടി വരികയാണ്. ബോഡി താഴോട്ട് നല്ല ആഴത്തുള്ള ബോഡി ആയിരിക്കും, ഡെപ്തിലുള്ള ബോഡിയാണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എച്ചിന്റെ വാല്യൂ കുറയുമ്പോൾ, ഡെപ്തിന്റെ വാല്യൂ കൂടുമ്പോൾ, അതായത് ഡെപ്ത് കൂടി വരികയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവുന്ന ഇത് എച്ച് കൂടുമ്പോൾ ഇവിടെ നിന്ന് പ്രഷറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടും. ക്ലിയർ ആണല്ലോ. അപ്പം അതിൻ്റെ അടുത്ത് എന്താ, താഴോട്ട്, അതായത് ഡെപ്ത് കൂടുമ്പോൾ എന്ത് ചെയ്യുക, പ്രഷറിന്റെ വാല്യൂ കൂടും. അതിനല്ലേ ഞാൻ നേരത്തെയും പറഞ്ഞത്, അതായത് സീ ലെവലിലേക്ക് താഴോട്ട് പോകുമ്പോൾ, ഇതിപ്പോൾ സീ ലെവലാണെങ്കിൽ സീ ലെവലിലേക്ക് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, ഡെപ്ത് കൂടുകയാണ്, അതായത് എച്ച് കൂടുകയാണ്, താഴോട്ട് തന്നെ ഹൈറ്റ് കൂടുകയാണ്, ഡെപ്ത് കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് പ്രഷറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, ഓൾസോ കൂടുകയാണ് ചെയ്യുക. ഇത് തന്നെയല്ലേ ഞാൻ ഇപ്പം പറഞ്ഞത്, ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. ശരി, ഈ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെയും പറയാം, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. ഇങ്ങനെ എഴുതാം, അബ്സല്യൂട്ട് പ്രഷർ എന്ന് എഴുതാം, അബ്സല്യൂട്ട് പ്രഷർ എന്ന് എഴുതും കേട്ടോ. ഓക്കെ, അപ്പം P is equal to PA പ്ലസ് റോ GH എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറഞ്ഞ ഈ റോ GH എന്ന് പറഞ്ഞാൽ ഗോജ് പ്രഷർ ആണല്ലേ. ഈ ഗോജ് പ്രഷർ എങ്ങനെ കാണാൻ പറ്റും, അതായത് ടോട്ടൽ പ്രഷർ മൈനസ്
അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ഇതാണ് എന്ത് ചെയ്യുക, ഇവിടെ കിട്ടുന്ന എന്ത് ചെയ്യുക, ഗോജ് പ്രഷർ എന്ന് പറയും. അപ്പോൾ ഗോജ് പ്രഷർ കാണുന്നത് ടോട്ടൽ പ്രഷറിന് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുക മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുക അവിടെ കിട്ടുന്ന ഗോജ് പ്രഷർ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്ത് ചെയ്യുക, ഒരു ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്നുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ. അതെന്താ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അതെന്താണെന്ന് ആദ്യം പറയാം. ഇവിടെ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ യൂസ് ടു മെഷർ ദ ഗോജ് പ്രഷർ ഓർ പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഗോജിന്റെ ഉള്ളിലുള്ള പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം എന്ത് ചെയ്യുക, ഡിവൈസ് ആണ് എന്ത് ചെയ്യുക ഇവിടെ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ആ സെറ്റപ്പാണ് ഇവിടെ ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ കാര്യം ഒന്ന് വായിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാം. സപ്പോസ് അപ്പോൾ നമ്മൾ ഒരു ചേമ്പർ ഇവിടെ കൺസിഡർ ചെയ്യാം. ഒരു കുറേ ഗ്യാസസ് ഫില്ല് ചെയ്ത ഒരു ചേമ്പർ, ഗ്യാസസ്. ഓക്കെ, ഒരു ഗ്യാസസ് ഫില്ല് ചെയ്ത ഒരു ചേമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ഗ്യാസസ് ഉണ്ട് അല്ലേ, ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസസിനുള്ളിൽ എന്ത് ചെയ്യുക, നല്ല പ്രഷർ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ സെറ്റപ്പ് എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ചേമ്പറിനായിട്ട് എന്ത് ചെയ്യുക, ഒരു യു ഷേപ്പിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. യു ഷേപ്പിലുള്ള സെറ്റപ്പാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇവിടെ കിട്ടുന്ന സെറ്റപ്പ് എന്ന് പറയാം. ഇതിൻ്റെ ഒരു എൻഡ് എന്ത് ചെയ്യുക, ഓപ്പൺ ആണ്. ഒരു എൻഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു കുറച്ച് ഭാഗത്ത് എന്ത് ചെയ്യുക, മെർക്കുറി ഉണ്ട്. എന്താണ്, മെർക്കുറി ഉണ്ട്. അപ്പോൾ സപ്പോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഗ്യാസസിന്റെ പ്രഷർ എന്ത് ചെയ്യുക, ആ ട്യൂബിനുള്ളിൽ കൂടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ, അതായത് ഈ ഒരു മെർക്കുറിന്റെ ഈ പോയിന്റിലേക്ക് ആഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ മെർക്കുറിക്ക് എന്തുണ്ടാവും, ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആ ഡിസ്പ്ലേസ് ചെയ്തിട്ട് മെർക്കുറി എന്ത് ചെയ്യുമോ, ഇവിടേക്ക് എത്തും, കുറച്ച് മുകളിലോട്ട് എത്തും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ സപ്പോസ് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഉണ്ടാവും അല്ലേ, ആ സെറ്റപ്പിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ അതായത് ഈ ഗോജ് പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഓപ്പൺ ട്യൂബ് ആകുമ്പോൾ എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുക അതിന് മേലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും. അതാണ് എന്ത് ചെയ്യുക, അതായത് P80 എഴുതാം. P80 ആണ് ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് താഴോട്ടാണ് ആഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ സപ്പോസ് അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലെ, ഓക്കെ, ഇതാണ് എ എന്നുള്ള പോയിന്റ്, ഈ ബി എന്നുള്ള പോയിന്റ്. അപ്പോൾ രണ്ട് സെയിം ഹൈറ്റുള്ള രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ രണ്ട് ഏരിയത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് സെയിം ഹൈറ്റിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് സെയിം ഹൈറ്റ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, അവിടെ പ്രഷർ തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ. അതെന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ സെയിം ഹൈറ്റ്, അതായത് ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്, സെയിം ഹൈറ്റുള്ള ബോഡീൻ്റെ കേസിൽ അവിടെ എന്ത് ചെയ്യുക, പ്രഷറും തുല്യമായിരിക്കും. അപ്പോൾ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യണം എന്ത് ചെയ്യുക, ഹൈറ്റിനെയാണ് എന്ത് ചെയ്യുക പ്രഷർ ഡിപ്പെൻഡ് ചെയ്യണത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബോഡിയുടെ അതുപോലെ തന്നെ ഏരിയയിലെ കാര്യം എന്ത് ചെയ്യുക, അവിടെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഈ ഫ്ലൂയിഡ്സിന്റെ കേസിൽ നമ്മൾ ഈ പറയുന്ന കേസിൽ എന്ത് ചെയ്യുക, ഇവിടെ പ്രഷർ എന്നുള്ള ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈറ്റിനെ മാത്രമാണ്, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ക്ലിയർ ആണല്ലോ. ആ കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ ആ സെറ്റപ്പിൽ നിന്ന് മെർക്കുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഇപ്പോൾ നോട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിൽ എന്ത് ചെയ്യുക, അതായത് ഹൈറ്റ്, അതായത് രണ്ട് ബോഡീസ് നിൽക്കുന്ന ഹൈറ്റ് തുല്യമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ രണ്ട് ബോഡീസ്, അതായത് ബോഡി ആയാലും ബോഡി ബിയിലും ഉണ്ടാകുന്ന പ്രഷർ, അപ്പം പ്രഷർ അറ്റ് എ ആൻഡ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി, അപ്പോൾ രണ്ടുപേരുടെ പ്രഷർ തുല്യമായിരിക്കും. ഈ കാര്യമാണ് ഇവിടെ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ ഓക്കെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയോടുന്ന് ഇപ്പം തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഈ പ്രഷർ എന്ന് പറഞ്ഞത് ഏരിയനെ ഒരിക്കലും എന്ത് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. ആ കാര്യം തന്നെ ഇവിടെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയും. ഈ പാരഡോക്സ് എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറയാം തെറ്റിദ്ധാരണ എന്ന് പറയാം. എന്താണ് തെറ്റിദ്ധാരണ? നമുക്കൊരു പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ ആയിരുന്നു ഇപ്പോൾ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഏരിയനെ അതുപോലെ തന്നെ ഫോഴ്സിനേക്കാണ് എന്ത് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അതായത് ഇപ്പോൾ നോർമൽ അറിയാം പ്രഷറിന്റെ ഇക്വേഷൻ, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നറിയാം. ഓക്കെ, പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഫ്ലൂയിഡിന്റെ കേസിൽ എന്ത് ചെയ്യുക ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ.
ഈ ഫ്ലൂയിഡിന്റെ കേസിൽ ഇക്വേഷൻ എന്ത് ചെയ്യുക കുറേയൊക്കെ തെറ്റാണ്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം നേരത്തെ പറഞ്ഞു ഈ പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. സെയിം ഹൈറ്റിലാണ് ഫ്ലൂയിഡ് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം 3 ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അല്ലേ. ഈ കണ്ടെയ്നറിൽ മൂന്ന് വിധത്തിലുള്ള ഏരിയ ആണുള്ളത് അല്ലേ. അപ്പോൾ ഒന്നിന്റെ വശത്തെ ഏരിയ എന്ന് പറയുന്ന ഇവിടെയാണ് ഇത് ഏരിയ A1, ഇത് A2 എന്നുള്ള ഏരിയ, ഇത് A3 എന്നുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ 3 ഏരിയയും വ്യത്യാസമാണ് അല്ലേ. ഫസ്റ്റത്തെ ഏരിയ വളരെ ചെറുതാണ്, പിന്നെ കുറച്ച് വലിയ ഏരിയ, പിന്നെ കുറച്ച് ചെറിയ ഏരിയ, അങ്ങനെ 3 ഏരിയ ഉള്ളത്. അപ്പോൾ സപ്പോസ് ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ ഉള്ള ഒരു പ്രഷർ കാണണം വെച്ചോ, ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ കാണണം. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, എനിക്ക് ഈ ഒരു പോയിന്റിലെ പ്രഷർ കാണണം. ഒരു മിനിറ്റ്, ഈ ഒരു പോയിന്റിലെ പ്രഷറും ഈ പോയിന്റിലെ പ്രഷറും ഈ ഒരു പോയിന്റിലെ പ്രഷറും കാണണമെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ അതായത് ആ 3 പോയിന്റിലെ പ്രഷർ കാണണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അവ തമ്മിലുള്ള ഹൈറ്റ് തുല്യമാണെങ്കിൽ അതെന്ത് ചെയ്യുക, ഹൈറ്റ് തുല്യമാണ്. കാരണം എന്താ, അവർ ഒരേ സ്ട്രേറ്റ് ലൈനാണ് നിൽക്കുന്നത് അല്ലേ, ഒരേ സ്ട്രേറ്റ് ലൈനാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഹൈറ്റ് തുല്യമായിരിക്കും. അപ്പോൾ ഹൈറ്റ് തുല്യമാണെങ്കിൽ അവിടെ നിന്നുള്ള പ്രഷർ എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. ഇതാണ് ശരിക്കും പറയേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് P അറ്റ്മോസ്ഫറിക് ATM പ്ലസ് P ഗോജ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനാണ് ഇവിടെ എന്താ വാലിഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പം ടോട്ടൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ നമ്മൾ ഈ ബോഡിയുടെ മുകളിൽ നിന്ന് താഴോട്ട് ആറ്റ് ചെയ്യണ അറ്റ്മോസ്ഫറിക് പ്രഷർ ഇവിടെ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫറിക് PATM, അതുപോലെ തന്നെ PATM, പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇത് ബോഡിയിലേക്ക് ആറ്റ് ചെയ്യണ ഗോജ് പ്രഷർ അല്ലേ. ഇതാണ് ഗോജ് പ്രഷർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പാരഡോക്സ് ഒന്നും കൂടി പറയാം. വാട്ട് ഈസ് പാരഡോക്സ്? വി തിങ്ക് മോർ വാട്ടർ എന്ന് പറഞ്ഞാൽ മോർ പ്രഷർ, ബട്ട് റിയലി ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഹൈറ്റ് ദാറ്റ് മാറ്റേഴ്സ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എപ്പോഴും എന്ത് ചെയ്യുക, കുറേ വാട്ടറിന് കുറേ പ്രഷർ ഉണ്ട് എന്നാണ്. അങ്ങനെയല്ല, അത് തെറ്റിദ്ധാരണയുള്ള കാര്യമാണ്. ഹൈറ്റ് ആണ് എന്ത് ചെയ്യുക അവിടെ പ്രഷറിനെ നിർണ്ണയിക്കുന്ന ഘടകം. പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് അല്ലേ. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. പ്രഷർ ഡിപ്പെൻഡ് ചെയ്യണം എന്ത് ചെയ്യുക, ഹൈറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് പ്രഷർ ഇസ് ഈക്വൽ ടു H rho G ഗോജ് പ്രഷർ ഇസ് ഈക്വൽ ടു H rho G എന്ന് എഴുതാൻ പറ്റും. അപ്പം ഹൈറ്റ് കൂടുക അല്ലെങ്കിൽ ഡെപ്ത് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ത് ചെയ്യുക, കൂടും. ആണല്ലോ. ഇനി അടുത്ത ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഓർ എമൗണ്ട് ഓഫ് ലിക്വിഡ്. ഷേപ്പിനോ എമൗണ്ട് ഓഫ് ലിക്വിഡ് എത്രത്തോളം ലിക്വിഡ് ഉണ്ട് അല്ലെങ്കിൽ ഷേപ്പിന് എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ ഇത്ര കാര്യമാണ് എന്ത് ചെയ്യുക നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഇതുവരെ ഗുഡ് ബൈ.